ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിലെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ്. അതായത് രാത്രി കാലങ്ങളിൽ അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നിങ്ങളുമായിട്ട് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം നിൽക്കുന്നത്, നിങ്ങളൊരു സെപ്പറേഷൻ സ്റ്റേജിലായിരിക്കാം നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ അവർ ഏത് രീതിയിലാണ് നിങ്ങളെ ഓർക്കുന്നത്, ചിന്തിക്കുന്നത്, അവരുടെ ഒരു ഇമോഷൻസ് ഈ ഒരു നൈറ്റ് ടൈംസിൽ ഏത് രീതിയിലാണ് നിങ്ങളിലേക്ക് കണക്ട് ആവുന്നത്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അപ്പൊ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാം. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും നല്ല ഒരു ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ നല്ല നല്ല മൊമെന്റ്സ്, കാര്യങ്ങൾ, നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത നിമിഷങ്ങൾ ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. 5 of Cups, the Devil energy, 4 of Coins, 2 of Coins, 7 of Swords, Queen of Swords, Knight of Cups, Justice, 6 of Coins, Queen of Cups, Page of Wands, the Lovers, King of Swords, Page of Swords, King of Cups, Seven of Coins, Hanged Man, 8 of Cups ആണ്. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ദ എംപറർ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ സ്പ്രെഡ് ആയിട്ട് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. ആദ്യമേ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു രാത്രികാല സമയങ്ങളിൽ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി, അല്ലെങ്കിൽ എന്ത് രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ എനർജി വേരിയേഷൻസ് വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള ബന്ധമായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളിലേക്ക് സ്വാർത്ഥതയോടുകൂടി ഇമോഷൻസ്, അവരുടെ സ്നേഹം കാര്യങ്ങളൊന്നും തന്നെ അവരൊരു ലിമിറ്റിൽ കൂടുതൽ കാണിക്കാതെ നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഒരുപാട് അവോയ്ഡ്നെസ് കാര്യങ്ങളൊക്കെ കൂടി വന്ന സമയത്ത് നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ ഒരു വാക്ക് തർക്കങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് സ്വാർത്ഥതയോട് കൂടി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്തു വെക്കുക, നിങ്ങളെ ബ്ലെയിം ചെയ്യുക. സത്യമായ കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയാതെ അങ്ങനെ വന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും ചീറ്റ് ചെയ്തിട്ട് മാറിപ്പോയിരിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സെപ്പറേഷൻ സ്റ്റേജ് സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു രീതിയിലാണ് നമുക്കിവിടെ എനർജി കണക്ട് ആയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചീറ്റ് ചെയ്ത് പോയി നിൽക്കുന്ന ഒരു വ്യക്തികൾ തന്നെയാണ്. പക്ഷെ എത്രത്തോളം ചീറ്റ് ചെയ്ത് പോയി നിൽക്കുന്ന സ്റ്റേജ് ആണ് എന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു നൈറ്റ് തോട്ട്സ് അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്പ്രെഡ് ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ ഇമോഷണലി അവർ ഏത് രീതിയിലാണ് നിങ്ങളെ ഓർക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നോക്കാം. അപ്പൊ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് എംപറർ എനർജി ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരായിട്ട് തന്നെ ചെയ്തു കൂട്ടിയ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് നല്ലൊരു ഘടനയിലൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധമാണിത്. നല്ലൊരു സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്ട്രക്ചർ എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഒക്കെ ബിൽഡ് ചെയ്ത് പോയ ഒരു റിലേഷൻഷിപ്പ് ആണ്.
പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ, അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും സംഭവിച്ചിരിക്കുന്ന മിസ്റ്റേക്സ് കൊണ്ടിട്ട് ആ ഒരു നന്നായിട്ട് ഒന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന റിലേഷൻഷിപ്പ് ഒരു തകർച്ചയിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു തകർച്ചയ്ക്ക് ഇവര് കാരണമായിരുന്നു എന്നുണ്ടെങ്കിലും പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഇവര് ചിലപ്പോ ഇവരുടെ കാരണമല്ല എന്നുള്ള രീതിക്കൊക്കെ പെരുമാറിയിട്ടുണ്ടായിരിക്കാം, നിങ്ങളെ ബ്ലെയിം ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇപ്പോ ഇവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്ന ഒരു ഓർമ്മകൾ അല്ലെങ്കിൽ ആ ഒരു തോട്ട്സ് എന്ന് പറയുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ഘടനയൊക്കെ വീണ്ടും ഒന്ന് കൂട്ടിയിണക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും ആ ഒരു പഴയ കാലങ്ങള്, നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്ന കാലങ്ങള്, അതെല്ലാം ഈ ഒരു വ്യക്തി ഇപ്പൊ ഓർക്കുന്നുണ്ട്. ഓർക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു deep ആയിട്ട് നിങ്ങളിലേക്ക് ഒരു connection അവർക്ക് തോന്നുന്നതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും nine of cups ന്റെ energy തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു സ്നേഹമാണെന്നുണ്ടെങ്കിലും ആ ഒരു support ആണെന്നുണ്ടെങ്കിലും അതെല്ലാം അവർക്ക് ഇവിടെ miss ചെയ്യുന്നുണ്ട്. അവരവരുടെ emotions ഒക്കെ ഭയങ്കരമായിട്ട് control ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് ഇവിടെ കാണാം. emotions control ചെയ്യാന്ന് പറയുമ്പോഴേക്കും ഒരു പക്ഷേ അവർക്ക് നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാനുള്ള ഒരു ഭയം അതിവിടെ കാണുന്നുണ്ട്. ഇനിയിപ്പോ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനോ അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കാനോ ഉള്ള ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ പോലും ഒരു ഫിയർ അല്ലെങ്കിൽ പാസ്റ്റിൽ കഴിഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ അവരെ ബാക്കിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ എങ്കിലും എവിടെയോ ഒരു പ്രതീക്ഷ, വീണ്ടും ഒരു ഹോപ്പ് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിലൂടെ വന്നിട്ടുണ്ട്. ഇറങ്ങിപ്പോയ അതേ സ്പീഡിൽ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. മുമ്പിൽ എന്തൊക്കെ രീതിയിലുള്ള തടസ്സങ്ങളോ കാര്യങ്ങളൊക്കെ വന്നു എന്ന് പറഞ്ഞാലും അതിനെ എല്ലാം ഒന്ന് തോൽപ്പിക്കാനുള്ള മനസ്സ് അത് അവർക്ക് ഈ ഒരു സമയത്ത് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു late night thoughts എന്ന് പറയുമ്പോൾ നിങ്ങളുടെ person ഈ ഒരു രീതിയിലേക്ക് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കൊരു cheating energy കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ life ൽ ഇവിടെയാണെന്നുണ്ടെങ്കിലും five of cups ന്റെ energy ആണ് വന്നിരിക്കുന്നത്. ഒരു spread ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി എവിടേക്കാണോ പോയത്, ഇവിടെ നമ്മൾ പറഞ്ഞു third party situation ആണെന്നുള്ളത്. അപ്പൊ എവിടേക്കാണോ ഇവർ genuine ആയിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ അവർക്ക് സ്നേഹം ലഭിക്കും എന്നുള്ള രീതിക്കൊക്കെ over ആയിട്ടുള്ള ആ ഒരു confidence ൽ പോയത്, അവിടെ നിന്നൊന്നും അവർക്ക് ആത്മാർത്ഥമായ ഒരു സ്നേഹം ലഭിച്ചിട്ടില്ല. മാത്രമല്ല വലിയൊരു നിരാശയാണ് അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു നിരാശ നേരിടേണ്ടി വന്നിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ അവരായിട്ട് തന്നെ ഉപേക്ഷിച്ചു കളഞ്ഞ ആ ഒരു സ്നേഹത്തെ കുറിച്ച് ഓർത്ത് സ്വയം അവര് വിലപിക്കുന്ന ഒരു അവസ്ഥയാണ്. നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഒരു സ്നേഹത്തിന്റെയും നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു വ്യക്തിയുടെയും ഓർമ്മകളിലാണ് നിങ്ങളുടെ person ഇപ്പോ ഒരുപാട് സ്വയം വേവുന്നത്. അപ്പൊ ഈ ഒരു emotions ഇവര് പുറത്തേക്ക് കാണിക്കാതിരിക്കാനുള്ള ഒരു reason എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അവരുടെ ഉള്ളിലുള്ള ആ ഒരു ego ആയിരിക്കും. ego എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ അത് എങ്ങനെ എടുക്കും അല്ലെങ്കിൽ അവരെല്ലാവരുടെയും മുമ്പിൽ ഒന്നും അല്ലാതെയായി പോയല്ലോ എന്നൊരു ചിന്തകൾ കൊണ്ട് അവരത് പുറത്തേക്കോ കാര്യങ്ങളോ ഒക്കെ ഒന്നും കാണിക്കുന്നില്ലെങ്കിലും ഈ ഒരു രാത്രി സമയങ്ങൾ എന്ന് പറയുമ്പോൾ emotions ഏറ്റവും കൂടുതലായിട്ട് പുറത്തേക്ക് വരുന്ന സമയമാണ്. അതിപ്പോ സങ്കടമാണെന്നുണ്ടെങ്കിലും മറ്റെന്ത് രീതിയിലുള്ള emotion ആണെങ്കിലും എല്ലാവരും അവരുടേതായ ഒരു ലോകത്തിൽ ഇരിക്കുന്ന സമയം. അപ്പൊ നിങ്ങളുടെ person ആണെന്നുണ്ടെങ്കിലും ഏറ്റവും comfortable ആയിട്ടുള്ള ഒരു space അല്ലെങ്കിൽ ഏറ്റവും comfortable ആയിട്ടുള്ള ഒരു time ആണ് ഈ ഒരു night എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു രാത്രി സമയങ്ങളിലാണ് അവരുടെ emotions അല്ലെങ്കിൽ അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നൊരു ചിന്ത അവരെ ആഴത്തിൽ വേദനിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അവര് പാമ്പിനാണല്ലോ പാല് കൊടുത്തത് എന്നുള്ളതൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് നിൽക്കുന്ന situation എന്തായാലും അത്ര okay അല്ല എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. മാത്രമല്ല സ്വാർത്ഥതയോടുകൂടി emotions ഒക്കെ പ്രകടിപ്പിക്കാതിരുന്നതിൽ സ്വയമേ തന്നെ അവർക്ക് അവരോട് തന്നെ ഒരു പുച്ഛം തോന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പും അതുപോലെ ഈ ഒരു third party situation ഒക്കെ വന്ന സമയത്ത് ചിലപ്പോൾ ഇവർക്ക് എന്ത് നിലപാട് എടുക്കണം എന്നൊക്കെ ഒരു സ്റ്റേജ് വന്നപ്പോഴായിരിക്കും ഇവർ വളരെയധികം strong ആയിട്ട് ഒരു cheating നടത്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത്. എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് തെരഞ്ഞെടുത്ത ആ ഒരു കാര്യം തെറ്റായ തീരുമാനമായിരുന്നു എന്നുള്ള തിരിച്ചറിവും മാത്രവുമല്ല അവർക്കിപ്പോ ഒരുപാട് struggling ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ തന്നെ ഒരു cheating ചതിയിലൊക്കെ അകപ്പെട്ട് നിൽക്കുന്ന stage ആണ്. അപ്പൊ സത്യസന്ധമായ രീതിയിൽ നിങ്ങളോടൊന്ന് പ്രവർത്തിക്കണം അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന lovers energy ആണ്. ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു night സമയത്ത് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചിരുന്ന വ്യക്തികളായിരിക്കാം. ഒരുമിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ നിങ്ങൾ husband and wife ആയിരുന്നിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ lovers living together അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഒരുമിച്ച് time ഒരുപാട് spend ചെയ്ത വ്യക്തികളാണ്. അപ്പൊ ഇപ്പൊ ഇവര് നിൽക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെടലാണ്. ആ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ person ന്റെ മനസ്സ് വളരെ deep ആയിട്ട് നിങ്ങളിലേക്ക് attract ആകുന്നുണ്ട് അല്ലെങ്കിൽ addict ആവുന്നുണ്ട്.
അവർക്ക് വീണ്ടും നിങ്ങളെ വേണമെന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഫിസിക്കലി ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇമോഷണലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സാമീപ്യം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു റിസ്ക് എടുത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയാലോ എന്നുള്ളതൊക്കെ ഇവരുടെ മനസ്സിലേക്ക് ഓർമ്മകളായിട്ടും അല്ലെങ്കിൽ ചിന്തകളായിട്ടും ആഗ്രഹങ്ങളായിട്ടും കയറി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ എങ്കിലും അവർക്ക് ആ ഒരു ഭയം, കാരണം നീതിപൂർവം പ്രവർത്തിച്ച ഒരു വ്യക്തിയുടെ എനർജി അല്ല ഇവിടെ കാണിക്കുന്നത്. സാഹചര്യങ്ങൾ കൊണ്ടോ നിങ്ങളെ മാറ്റി നിർത്തിയ ഒരു വ്യക്തിയുടെ എനർജി അല്ല. സ്വാർത്ഥമായ താല്പര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ മാറ്റി നിർത്തിയ ഒരു പേഴ്സൺ ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം അവർ നിങ്ങളോട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളും ചിന്തകളൊക്കെ ഈ ഒരു സമയത്ത് വരുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഉള്ളിലേക്ക് ഒരു ഭയമാണ് കയറി വരുന്നത്. പക്ഷെ എങ്കിൽ പോലും എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം അർഹതപ്പെട്ട സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹമായ സ്നേഹത്തെ നിങ്ങളിൽ നിന്ന് നിഷേധിച്ചതിന് അവർക്ക് വന്നിരിക്കുന്ന ഒരു തിരിച്ചറിവ്, ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് തന്നെ ഹാങ്ഡ് മാന്റെ എനർജിയാണ്. കാഴ്ചപ്പാടുകൾക്കും ചിന്താഗതികൾക്കും ഒക്കെ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സത്യസന്ധമായ രീതിയിൽ നിങ്ങളോടൊന്ന് പ്രവർത്തിക്കണം അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്നുള്ളതൊക്കെ അവരിവിടെ ഓർക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് കിങ് ഓഫ് കപ്സ് ആണെന്നുണ്ടെങ്കിലും ക്യൂൻ ഓഫ് കപ്സ് ആണെന്നുണ്ടെങ്കിലും വന്നിരിക്കുന്ന ഒരു പാർട്ട്ണർഷിപ്പ് എനർജിയാണ്, ഒരു പെയർ എനർജിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഈ ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്നൊക്കെ പറയുമ്പോഴേക്കും രാത്രി കാലങ്ങളിൽ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ എത്രത്തോളമാണോ ഓർക്കാറുള്ളത്, എത്രത്തോളമാണോ മിസ് ചെയ്യാറുള്ളത്, അതോ ഈക്വൽ ആയിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളെയും മിസ് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ രണ്ടുപേരും ഒരേപോലെ തന്നെ മിസ് ചെയ്യുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഇവർ ഒരു എഫേർട്ട് എടുക്കാനുള്ള സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഇവരുടെ ചിന്തകളിൽ എങ്ങനെയെങ്കിലും നിങ്ങളെ കണക്ട് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു തോട്ടാണ് മെയിൻ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കിവിടെ കാണാൻ സാധിക്കും, ഈ രാത്രി കാലങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ചന്ദ്രനെ നമുക്കിവിടെ കാണാം. ഇവിടെയാണെന്നുണ്ടെങ്കിലും നൈറ്റ് തോട്ട്സ് തന്നെയാണ്, നമുക്ക് എല്ലാം നല്ല മാച്ചിങ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു രാത്രികാല ചിന്തകളിൽ നിങ്ങളെക്കുറിച്ച് തന്നെ ഓർത്ത് ഉറക്കം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ നേരിട്ട് കാണുന്ന വ്യക്തികളായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ കാണാത്ത വ്യക്തികളായിരിക്കാം. എന്തായാലും നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്. ഇമോഷൻസ് ഒന്നും എക്സ്പ്രസ് ചെയ്യാത്ത സ്റ്റേജ് ആണ്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സ്റ്റക്ക് ആണ്. പക്ഷെ എങ്കിലും ഇവർ ഒരുപാട് നിങ്ങളെ ഓർക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റോ കാര്യങ്ങളോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു ഗിഫ്റ്റ് ഒക്കെ എടുത്ത് നോക്കുക, നിങ്ങളുടെ ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കുക, നിങ്ങളുടെ കഴിഞ്ഞു പോയ മെമ്മറീസ് അതെല്ലാം എടുത്ത് നോക്കുക. അപ്പൊ അങ്ങനെയൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവർ സ്വയം മിസ്സാക്കി കളഞ്ഞതാണല്ലോ എന്നൊരു ചിന്തയും വേദനയും ഒക്കെ അവരുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. എഗെയിൻ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾ അവർക്ക് കൊടുക്കുകയോ ഇല്ലയോ എന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവർ നടത്താനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. നീതിപൂർവം തന്നെ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് കൺവിൻസ് ചെയ്തെടുക്കണം, യുക്തിപൂർവമായിട്ട് തന്നെ ഒരു തീരുമാനം എടുക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് അവർ നിൽക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് ഒരു പോസിബിലിറ്റീസ് ഒക്കെ ഇവിടെ തിരയുന്നുണ്ട്. നിങ്ങളെ കുറിച്ച് അന്വേഷിക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക, നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അവരെ സ്വീകരിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകുമോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. അതെല്ലാമാണ് ഇവർ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നത്. അപ്പൊ ഒരു ഓവർ തിങ്കിങ് കൂടെ ഈ ഒരു നൈറ്റിൽ നമുക്ക് കാണുന്നുണ്ട്. ഓവറായിട്ട് തിങ്ക് ചെയ്ത് ഒരു സമയത്ത് ഒരു പ്രതീക്ഷ വരുന്നുണ്ടെങ്കിൽ മറുസമയത്ത് ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജ് ആണ്. പക്ഷെ എങ്കിലും ഇമോഷണലി ഭയങ്കര ഡീപ്പായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട്. ആ പ്രസൻസ് ആഗ്രഹിക്കാൻ കാരണം രണ്ട് രീതിയിലാണ്. ഒന്ന്, അവർക്ക് സംഭവിച്ചിരിക്കുന്ന അവരുടെ ലൈഫിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻ. രണ്ട് എന്ന് പറയുന്നത് അവരായിട്ടാണല്ലോ നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്നൊരു ചിന്ത അവരുടെ ഈഗോയിനെ ഹേർട്ട് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ആ ഒരു അവരുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് പറ്റിയല്ലോ എന്നൊരു കാര്യം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക, ഇവരുടേതായ രീതിക്ക് അനുസരിച്ച് ഒരിക്കലും ഇവർക്ക് തെറ്റ് പറ്റില്ല എന്നുള്ള ചിന്തയിൽ മാത്രം, അല്ലെങ്കിൽ ആ ഒരു ഭയങ്കരമായ കോൺഫിഡൻസിൽ എല്ലാം ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പൊ അങ്ങനെയുള്ള നിങ്ങളുടെ പേഴ്സണ് ഇപ്പൊ അവരുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു തിരിച്ചടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തിരിച്ചറിവ് എന്ന് പറയുന്നത്, അവർക്ക് ഈഗോ ഹേർട്ട് ആവാൻ വേറൊന്നും വേണ്ട, അല്ലെങ്കിൽ ഇവരുടെ ഒരു സെൽഫിഷ്നെസ് എനർജി മാത്രമല്ല, ഇവർക്ക് ഇതും ഒരു ഈഗോ ഹേർട്ട് ആയിരിക്കുന്ന സംഭവമാണ്. അപ്പൊ സ്വന്തം ഭാഗത്ത് നിന്ന് തന്നെ പറ്റിയിരിക്കുന്ന തെറ്റാണല്ലോ എന്നുള്ള ഒരു കാര്യങ്ങളും കൂടെ വന്നിരിക്കുന്നത് കൊണ്ടാണ് ആ ഒരു സമയങ്ങളിൽ അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ ഉറക്കമില്ലാതെ അവരിപ്പോ നിങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു വിജയം വേണമെന്നുള്ള ആഗ്രഹം കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എത്രത്തോളം എഫേർട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിലും തയ്യാറാണ്, എത്രത്തോളം റിസ്ക് എടുക്കാനാണെങ്കിലും തയ്യാറാണ് എന്നുള്ള രീതിക്കൊക്കെ ചിന്തിക്കുന്നവരാണ്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് ഇവരുടെ ഒരു നൈറ്റ് തോട്ട്സ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇമോഷൻസ് കൂടെ നമുക്കൊന്ന് നോക്കാം. ഈ ഒരു രാത്രി സമയങ്ങളിൽ ഇമോഷണലി അവർ എത്രത്തോളം ആണ് നിങ്ങളിലേക്ക് അടുക്കുന്നത് എന്നുള്ളത്.
structure, confusion, attract, doubt, lonely, reflecting shadow work ആണ്, separation love, clarity, kisses love, control, fulfillment, ലെറ്റ് ഇൻ ഗോ ആണ് വന്നിരിക്കുന്നത് ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട്. അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഇമോഷണൽ ഫീലിങ്സിലേക്ക് കടക്കുമ്പോൾ ഇവർ നിൽക്കുന്ന സാഹചര്യം അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവർ ലെറ്റ് ഗോ ചെയ്യണം എന്നുള്ള രീതിക്ക് തന്നെയാണ് നിൽക്കുന്നത്. കാരണം അവർ ഇപ്പോഴത്തെ സാഹചര്യം പൂർണ്ണമായിട്ട് ലെറ്റ് ഗോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡെത്ത് അല്ലെങ്കിൽ അവിടെ ഒരു എൻഡിങ് സംഭവിക്കുമ്പോൾ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ട്രാൻസ്ഫർമേഷൻ ആണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആക്ഷൻ എടുക്കാൻ കഴിയാതിരുന്നതിൽ അല്ലെങ്കിൽ അവർ ആക്ഷൻ എടുക്കാൻ തയ്യാറാകാതിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് അവരൊരു റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നുണ്ട്. കാരണം ഇതൊരു കറക്റ്റ് ടൈം ആണെന്നുള്ളത് അവരുടെ മനസ്സിൽ തന്നെ തോന്നി തുടങ്ങിയിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഇന്റൻഷൻ ആ ഒരു രീതിയിലാണ് അവരോട് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ആ ഒരു കാഴ്ചപ്പാടുകൾക്കൊക്കെ വന്നിരിക്കുന്ന വ്യത്യസ്തത എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു വളരെയധികം സ്ട്രക്ചർ ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം ഘടനയോട് കൂടി ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ആയിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന ബന്ധമാണ് നിങ്ങളുടെ വ്യക്തിയായിട്ട് തന്നെ നശിപ്പിച്ചു കളഞ്ഞത്. എന്നാൽ ഇപ്പോൾ വീണ്ടും അതിനെ ഒന്ന് റീബിൽഡ് ചെയ്യുക, അതിനെ ഒന്ന് വീണ്ടും ഒന്ന് ബാലൻസ് ചെയ്യുക, വളരെ സ്റ്റഡി ആയിട്ട് തന്നെ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള രീതിക്കൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഭയങ്കരമായ ഒരു കൺഫ്യൂഷൻ ആണ് ഇവിടെ. കൺഫ്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറാകുമോ അല്ലെങ്കിൽ ഏത് രീതിയിൽ വേണം, അപ്പൊ അങ്ങനത്തെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. മെയിൻ ആയിട്ട് ഇവർക്കൊരു ഫിയർ ആണ് ഇവിടെ കാണിക്കുന്നത്. എത്രത്തോളം ഫിയർ ഉണ്ട് എന്ന് പറഞ്ഞാലും നിങ്ങളുടെ പേഴ്സണ് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പൊ ഡീപ്പായിട്ട് നിങ്ങളിലേക്ക് ഒരു അഡിക്ഷൻ തോന്നുന്നുണ്ട്, അട്രാക്ഷൻ തോന്നുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു വ്യക്തിയെക്കാളും കൂടുതലായിട്ട് ഫിസിക്കലി ഒക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ചധികം സൗന്ദര്യമൊക്കെ ഉള്ള പേഴ്സൺ ആയിരിക്കാം. അപ്പൊ നിങ്ങൾ ചിലപ്പോ ഇവരിപ്പോ ചേസ് ചെയ്യുന്ന സമയത്ത്, ചേസ് ചെയ്യാന്ന് പറയുമ്പോഴേക്കും ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ ആണെന്നുണ്ടെങ്കിലും ഇനി അല്ല നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സ് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പഴയ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ ഒരുമിച്ചുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇവർക്ക് അഗെയിൻ നിങ്ങളിലേക്ക് ഭയങ്കരമായ ഒരു അട്രാക്ഷൻ വരുന്നുണ്ട്, അഡിക്ഷൻ വരുന്നുണ്ട്. ഫിസിക്കലി ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് അട്രാക്ട് ആകുന്നുണ്ട്, നിങ്ങളുടെ പ്രസൻസ് ഭയങ്കരമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. വളരെയധികം ഒരു അൺകണ്ടീഷണൽ ലവിങ് ആണ് ഇവിടെ തോന്നുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ അവർക്ക് മനസ്സിലായിരിക്കുന്ന ക്ലാരിറ്റി, ട്രൂത്ത്, സത്യം എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പൊ നിങ്ങൾ അനുഭവിച്ച അതേ പെയിൻ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ഷാഡോ വർക്ക് പോലെ എന്ന് വെച്ചാൽ ഒരു റിഫ്ലക്റ്റിംഗ് പോലെ, ഒരു മിറർ റിഫ്ലക്റ്റിംഗ് പോലെ നിങ്ങളുടെ വ്യക്തിയും അനുഭവിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അനുഭവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്റ്റേജിൽ ഒരുപാട് നെഗറ്റിവിറ്റീസ് മൈൻഡിലേക്ക് വരുന്നുണ്ട്. അവരുടെ ലൈഫിൽ തന്നെ ഒരുപാട് മൂഡ് സ്വിങ്സ് കാര്യങ്ങള് എല്ലാം വരുന്നുണ്ട്. റിപ്പീറ്റ് ചെയ്ത് അവർക്കൊരു വേദനകള് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു പാറ്റേൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവരുടെ ലൈഫിൽ ഈ ഒരു സ്റ്റേജിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെയൊക്കെ ഒരു ഫേസ് ചെയ്യുന്ന സ്റ്റേജ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു അഡിക്ഷൻ എന്ന് പറയുമ്പോൾ അട്രാക്ഷൻ എന്ന് പറയുന്നത് അത് അവർക്ക് കൂടിക്കൂടിയാ വരുന്നത്. അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് എത്രയും പെട്ടെന്നൊന്ന് മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. കാരണം അവർ സ്വയം വേദനിക്കുകയാണ്. ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങളെ പോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ അവരെ വേദനിപ്പിക്കുന്നുണ്ട്. അതിന്റെ കാരണം നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു വ്യക്തി മാറിപ്പോയി എന്നുള്ള കാരണം മാത്രമാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത് നിങ്ങളെയും നഷ്ടപ്പെട്ടു പോയി, അവർ പോയി എത്രയും ഭയങ്കര അടിപൊളിയായിരിക്കും എന്നുള്ള രീതിക്ക് സെലക്ട് ചെയ്ത് പോയ സ്ഥലത്ത് ഒരു ജെനുവിനിറ്റി ലഭിച്ചിട്ടുമില്ല. അപ്പൊ അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്ന തിരിച്ചടിയും കയ്യിലിരുന്നത് പോവുകയും ചെയ്തു, കിട്ടിയതുമില്ല, പുറകെ പോയത് കിട്ടിയതുമില്ല. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ ആണ് ഇവരിപ്പോ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു മാറ്റം വേണം, നിങ്ങളെ എത്രയും പെട്ടെന്ന് നേടണം അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇപ്പൊ തന്നെ അവരൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത്. മൊത്തത്തിൽ ഭയങ്കരമായിട്ടൊരു കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ഫാന്റസി വേൾഡിൽ പോലെയാണ് നിൽക്കുന്നത്. കാരണം ഒരുപാട് നിങ്ങൾ ഡ്രീം ചെയ്യുന്നുണ്ട്, ഒരുപാട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ലേറ്റ് നൈറ്റ്സിലാണെന്നുണ്ടെങ്കിലും രാത്രികാല സമയത്താണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളുടെ ഓർമ്മകൾ ഭയങ്കരമായിട്ട് അവരുടെ എനർജിയിലേക്ക് എടുക്കുന്നുണ്ട്. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ചിലപ്പോ നിങ്ങൾ എത്രത്തോളം
ചിന്തിക്കണ്ട, ഓർക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ നിരന്തരമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് റിപ്പീറ്റ് ചെയ്തൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. വളരെയധികം പാഷനേറ്റ് ആയിട്ട് നിങ്ങളെ നോക്കിക്കാണുന്നുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ ഒരുപാട് കാര്യങ്ങളിൽ മാച്ചുള്ള വ്യക്തികളായിരിക്കാം. മ്യൂച്വൽ ഫീലിങ്സ്, കാര്യങ്ങൾ, ഇഷ്ടങ്ങൾ, ഈവൻ ഒരു സിനിമയുടെ കാര്യം അല്ലെങ്കിൽ ഒരു പാട്ടിന്റെ കാര്യം ആയിക്കൊള്ളട്ടെ, എല്ലാം നിങ്ങൾക്ക് ഒരുപാട്, എല്ലാം എന്നല്ലെങ്കിൽ പോലും 100% അല്ലെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് മാച്ചിങ് ഉണ്ട്. അത്രയും ഒരു സോൾ കണക്ഷൻ ഉള്ള വ്യക്തികളാണ്. അപ്പൊ അത്രയും ഒരു ഡീപ്പ് ആയിട്ടുള്ള സോൾ കണക്ഷൻ നിങ്ങൾക്കിടയിലുള്ള പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തിയും അവര് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഒരു ടെലിപ്പതി കണക്ഷൻ പോലെ ഫീൽ ചെയ്യാൻ സാധിക്കും. അതിവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾക്കൊരു വേരിയേഷൻസ് ഒക്കെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. കാരണം നിങ്ങൾ എത്രത്തോളം ഓർക്കാൻ ശ്രമിക്കാതിരുന്നിട്ടും വീണ്ടും വീണ്ടും ഇവരുടെ ഒരു ഓർമ്മകൾ, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ശ്രമിച്ചിട്ട് ഇവരെ മറക്കാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വരാൻ പോവുകയാണെന്നൊരു ചിന്തകൾ, അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് കമന്റ് ചെയ്ത് പറയുക. കാരണം ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡിൽ നിങ്ങളുടെ പേഴ്സൺ അത്രത്തോളം നിങ്ങളെ അവരുടെ എനർജിയിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇവർ നിൽക്കുന്ന ഒരു സ്റ്റേജ് പോലും ഒരു ഹെർമിറ്റ് എനർജിയാണ്, ഒറ്റപ്പെടലാണ്. അവർ അവരെ തന്നെ സ്വയം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇമോഷണലി എത്രത്തോളം നിങ്ങളിലേക്ക് അടുക്കുന്നു എന്ന് പറഞ്ഞാലും വെറുതെ ഒരു അടുപ്പം, ഒരു ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമല്ല, ഇമോഷണലി ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് നിങ്ങളിലേക്ക് ഒരു അടുപ്പം അവർക്ക് തോന്നുന്നുണ്ട്. വിട്ടുപിരിയാൻ സാധിക്കുന്നില്ല എന്നൊരു തിരിച്ചറിവ് നിങ്ങളെ പോലെ നിങ്ങളുടെ പേഴ്സണിലും തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അത് അവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് മാത്രവുമല്ല, അത് മാത്രമല്ല, അവർക്ക് എത്രയും നിങ്ങളിൽ നിന്ന് മാറ്റിപ്പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളെ പൂർണ്ണമായിട്ട് മറക്കാനൊന്നും സാധിക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഇവിടെ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് നിലച്ചു പോകണ്ടാത്തൊരു ബന്ധം ആയതുകൊണ്ടാണ് അവർക്ക് വന്നിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു രീതിയിലായിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ സ്റ്റേജ് വേണം എന്നുള്ളത് യൂണിവേഴ്സിന്റെ തീരുമാനമായിരിക്കാം. കാരണം ഇവര് നിങ്ങളെ ചീറ്റ് ചെയ്ത വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത്രത്തോളം ജെന്യുവൻ ആയിട്ടുള്ള സ്നേഹമാണ് ഇവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഇവർ ആ ഒരു ചീറ്റിംഗ് ഒന്നും ഇല്ലാതെ നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ആവണം. കാരണം നിങ്ങൾ സെപ്പറേഷനിലേക്ക് പോകേണ്ടവരല്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനായിട്ടാണ് ഈ ഒരു പേഴ്സൺ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൊടുത്തിരിക്കുന്നത്. അതെന്തായാലും വർക്ക് ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. കാരണം അത്രത്തോളം നിങ്ങളുടെ വ്യക്തി ഇപ്പൊ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. ജെന്യുവൻ ആയിട്ട് തന്നെ അവർ നിങ്ങളെ ആഗ്രഹിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ് എന്നുള്ളത് നോക്കുമ്പോൾ നമുക്കിവിടെ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ വളരെ ഡീപ്പായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്, വളരെയധികം ഒരു സ്ട്രോങ് ആയിട്ട് ബന്ധത്തെ നിലനിർത്തണം എന്ന് ചിന്തിക്കുന്നവരാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായും ഒന്ന് പറയുക. അതോടൊപ്പം നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. കാരണം ഇവർ എത്രത്തോളം മാറി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നുള്ള ചിന്തയോട് കൂടി, അല്ലെങ്കിൽ അവർക്കൊരു റിസ്ക് എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും, ഇവിടെ റിസ്ക് എന്ന് പറയുമ്പോഴേക്കും നിങ്ങളെ ചീറ്റ് ചെയ്തത് കൊണ്ടാണ് ഈ റിസ്ക് എന്ന് പറയുന്ന വേർഡ് ഇവിടെ വരുന്നത്. കാരണം ചതിച്ചിട്ട് പോയിട്ട് വീണ്ടും തിരിച്ചു വരിക എന്ന് പറയുമ്പോഴേക്കും സ്മൂത്ത് ആയിട്ട് വരാനായിട്ട് ആർക്കും സാധിക്കില്ല. അതുകൊണ്ടാണ് അവർ എന്തും വരട്ടെ എന്നുള്ള രീതിക്ക് അതിന് തയ്യാറെടുക്കുന്നത്, അല്ലെങ്കിൽ അതിന് മുതിരുന്നത്. അപ്പൊ അതിനെന്തായാലും നിങ്ങളുടെ പേഴ്സൺ മുതിരാനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ ഈ ഒരു സമയത്ത് നോക്കിയേക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ഒക്കെ ക്ലൂസ് എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ളത് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ടി എന്നൊരു ലെറ്റർ, മാർച്ച് എന്നൊരു മന്ത്, മലപ്പുറം, കാപ്രിക്കോൺ, ജെ എന്നൊരു ലെറ്റർ, ബി എന്നൊരു ലെറ്റർ, വി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ഔട്ട്സൈഡ് കേരള വന്നിട്ടുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ചിലപ്പോൾ ഔട്ട്സൈഡ് ആയിരിക്കാം. ഉത്രം എന്നൊരു സ്റ്റാർ, 7 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് 7 days ആയിട്ടും എടുക്കാം. 7 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. കൊല്ലം, UAE, 1982, M എന്നൊരു ലെറ്റർ, ലിബ്ര. അതർ കൺട്രീസ് വന്നിട്ടുണ്ട്. ഭരണി, U എന്നൊരു ലെറ്റർ, ഇടുക്കി,
കാർത്തിക, തൃശൂർ, ഡി എന്നൊരു ലെറ്റർ, എം എന്നൊരു ലെറ്റർ, സെപ്റ്റംബർ മന്ത്, സി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, ആയില്യം എന്നൊരു സ്റ്റാർ ആണ് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇവിടെ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന പ്രശ്നം ഈ ഒരു രീതിയിലാണോ, അതെല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു എനർജിയെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലും സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.